പിന്നെയും അതിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഒട്ടും ശുഭകരമായ കാഴ്ചയല്ല. പറഞ്ഞു വന്നത് ഇതാണ്, സഹോദരൻ, ഉടപ്പിറപ്പ്. മനുഷ്യന്മാർക്ക് അവരവരുടേതായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യന്മാരുടെ കാര്യമാണ്. പക്ഷെ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു മനുഷ്യരാണ്. നമ്മൾ രണ്ടാളുകൾ ഇങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഒരാൾ പറയുകയാണ് 2 ചായ. അപ്പോൾ മറ്റേ പറയില്ല, ഞാൻ ചായ കുടിക്കൂല കേട്ടോ, ഞാൻ കാപ്പിയാണ് കുടിക്കുക. ആണോ? എന്നാൽ 1 ചായ 1 കാപ്പി. ഒരാൾ ചായയും കുടിക്കും, മറ്റേ കാപ്പിയും കുടിക്കും. യാതൊരു പ്രശ്നമില്ല. കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് ചായയാണ് ഇഷ്ടം, ചില ആളുകൾക്ക് കാപ്പിയാണ് ഇഷ്ടം. നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. തമാശയൊക്കെ പറഞ്ഞ്, വർത്തമാനം പറഞ്ഞ്, കാലാവസ്ഥ പറഞ്ഞ് കുറേ നേരം തമാശയും ചിരിയൊക്കെ ആയിട്ട് ആ ഹോട്ടലിൽ നിന്ന് 2 ആളുകളും പിരിയും. പിരിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോവുക? 2 ആളും 2 ഓഫീസിലേക്കാണ് പോവുക. മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, 2 ആളും 2 ഓഫീസിലേക്ക് പോകും. ഈ 2 ഓഫീസിലെത്തിയാൽ പിന്നെ ആരായി? ഇവർ 2 ആളും ശത്രുക്കളായി ആണല്ലോ. ഹോട്ടലിൽ ഇവർ സുഹൃത്തുക്കളും, പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ മതങ്ങളുടെ സംഘടനകളുടെ ഓഫീസിലോ എത്തിക്കഴിഞ്ഞാൽ അവർ ശത്രുക്കളായി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആവശ്യം എന്താണെന്നറിയോ നിങ്ങൾ? ഹോട്ടലുകളാണ്. മനുഷ്യനെ ഇങ്ങനെ ഒന്നിപ്പിച്ചിരുത്തുന്ന ഇടങ്ങളാണ് ആവശ്യം. മനുഷ്യർ ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് ആവശ്യം. മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, മതിലുണ്ടാക്കുന്ന ഒന്നിനും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അതാണ് മതത്തിൻ്റെ ഒരു ആന്തരിക തത്വം. അതാണ് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ശത്രുത ഉണ്ടാക്കുന്നവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ നിലനിൽക്കുന്ന ഒരു സംഘടനയും സംഘമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം അതിൽ നിന്ന് പടിയിറങ്ങുക എന്നുള്ളത് നമ്മുടെ മതപരവും മനുഷ്യത്വപരവുമായ ഉത്തരവാദിത്തമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ചെറിയ കാര്യമാണത്. ഏതെങ്കിലും ഒരു മനുഷ്യനോട് ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നിൻ്റെയും കൂടെ ഒരാൾ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ വിസ്തൃതമായി കാണാൻ കഴിയുന്ന ഒരാന്തരിക ചൈതന്യത്തിലേക്കാണ് വലിയ മനുഷ്യനെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ വിശ്വാസത്തിൻ്റെയൊക്കെ പേരിലാണ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആന്തരിക വികാസമില്ലാതെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടാഗോർ ഒരു സർവകലാശാല ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ആ സർവകലാശാലയ്ക്ക് നൽകിയ പേരെന്തായിരുന്നു എന്നറിയാം? വിശ്വഭാരതി സർവകലാശാല എന്നായിരുന്നു. ആ പേരിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിശ്വഭാരതി, ഒന്ന് വിശ്വമാണ്, ഒന്ന് ഭാരതമാണ്. ഭാരതം എന്ന് പറഞ്ഞ ചെറിയ ഒരു ഭൂപ്രദേശത്തെ വിശ്വത്തോളം വലുതായി കാണാണ്. ഇന്നെന്താ സംഭവിക്കുന്നത്? ഭാരതം എന്ന ഒരു വലിയ രാജ്യത്തെ അവനവൻ്റെ വിശ്വാസത്തോളം ചെറുതായി കാണുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ടാഗോറിൻ്റെ കവിതകളിലൊക്കെ കാണുന്നത് ഏകനീടം എന്ന് പറഞ്ഞൊരു വാക്കാണ്. യജുർവേദത്തിലെ ഒരു ശ്ലോകമാണത്. ഒരു ശ്ലോകത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഏകനീടം. ഏകനീടം എന്ന് പറഞ്ഞാൽ ഒരു കിളിക്കൂട്. ലോകം ഒരു കിളിക്കൂടായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഉപയോഗിക്കാറുള്ളത് യൂണിവേഴ്സൽ എന്നുള്ള പദമാണ്. യൂണിവേഴ്സൽ. മനുഷ്യർക്കിടയിൽ അതിർത്തികൾ ഉണ്ടാക്കിയില്ല അവർ. മനുഷ്യരെ ഇങ്ങനെ നിവർന്നു നിന്ന് പോരാടാനും ജീവിക്കുവാനും അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മനുഷ്യൻ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു പദമാണ് എന്നും കുറച്ചുകൂടി ആദരവർഹിക്കുന്ന ഒന്നാണ് എന്നുമുള്ള തിരിച്ചറിവാണ് പ്രവാചക പാഠങ്ങളിൽ, വലിയ മനുഷ്യരുടെ ഏതൊരു മനുഷ്യനെടുത്ത് നോക്കിയാൽ അവരുടെ പാഠങ്ങളിൽ പ്രധാനം. മനുഷ്യനെ ഇങ്ങനെ വിമോചിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വലിയ യജമാനനെ കുറിച്ച് പറഞ്ഞു തന്നു പ്രവാചക തിരുമേനി. പലതരം യജമാനന്മാരുടെ അടിമകളായി കടന്നുപോയ ആളുകളായിരുന്നു അറേബ്യയിലുള്ള മനുഷ്യന്മാർ. അവർക്ക് അതിനേക്കാൾ ഉന്നതനായ യജമാനനെ കുറിച്ച് കാണിച്ചു കൊടുത്തു. മനുഷ്യന്മാരൊക്കെ എല്ലാ കാലത്തും എന്തിൻ്റെയെങ്കിലുമൊക്കെ അടിമയായിരിക്കും. പണത്തിൻ്റെ ആവാം, പ്രശസ്തിയുടേതാവാം, പേരിൻ്റെ ആവാം, ശീലങ്ങളുടെ ആവാം. ഇതിൻ്റെയൊക്കെ അടിമകളായി മനുഷ്യന്മാരിങ്ങനെ മാറുകയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അടിമ മാത്രമല്ല ആവുക. മനുഷ്യൻ എന്തിൻ്റെയൊക്കെ അടിമകളായി മാറും. അഡിക്ഷൻ എന്ന് തന്നെയാണല്ലോ ഇംഗ്ലീഷിൽ പറയുക. അടിമയാവുക എന്നാണല്ലോ പറയുക. മനുഷ്യനിങ്ങനെ അടിമത്തത്തിലേക്ക് നീങ്ങും. അത് ശീലങ്ങളുടെയൊക്കെ അടിമയാവാം. ആ അടിമത്തങ്ങളിൽ നിന്ന് ഒരു സാക്ഷാൽ യജമാനൻ ആരാണ് എന്ന് കാണിച്ചു തരികയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഭിക്ഷക്കാരനായി നടക്കുന്ന ഒരാൾ
എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഭിക്ഷക്കാരനായിട്ട് നടക്കുന്ന ആളാണ്, നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടുന്ന ആളാണ്. ഒരു ദിവസം അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പോലീസ് അയാളോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഭിക്ഷക്കാരനാകേണ്ട ആളല്ല, നിങ്ങളൊരു വലിയ പണക്കാരൻ്റെ മകനാണ്. അയാൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് സംഭവിച്ചത്. നമ്മുടെ സാക്ഷാൽ യജമാനനെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളിൽ ഹൃദയം കോർത്തിടേണ്ടവരല്ലെന്നും അവിടെ തകർന്നു പോകേണ്ടവരല്ലെന്നും വലിയ ഒരു യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ളവരാണ് നമ്മളെന്നുമുള്ള ഒരു ആത്മബോധത്തിലേക്ക് കൈപിടിക്കുകയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. അവിടെ ഒരാൾ അനുഭവിക്കുന്ന ഒരു വലിയ ആനന്ദം എന്താണ് എന്ന് പറഞ്ഞു തരികയും ചെയ്തു. മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഒരു മഹത്വമുണ്ട്, സൃഷ്ടിയുടെ മഹത്വമുണ്ട്. അതിൽ നിന്നൊരാൾ താഴേക്ക് പോകാൻ പാടില്ല. അതിൽ നിന്നൊരാൾ താഴേക്ക് പോകുമ്പോഴാണ് അയാൾ ആ മനുഷ്യൻ എന്ന ഗുണത്തിൽ നിന്ന് താഴേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് പ്ലാറ്റിനം. ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ്, ഏറ്റവും മൂല്യമുള്ള ലോഹങ്ങളിലൊന്നാണ്. എന്നാൽ ഇതേ പ്ലാറ്റിനം തന്നെയാണ് കാലക്രമേണ അലൂമിനിയായിട്ട് മാറുന്നത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. മനുഷ്യൻ അവൻ്റെ മൂല്യബോധങ്ങളിൽ നിന്ന് താഴേക്ക് പോയാൽ, അവൻ്റെ വാല്യൂസിൽ നിന്ന് താഴേക്ക് പോയാൽ, പിന്നെ അവന് ഏറ്റവും വില കുറഞ്ഞ അലൂമിനിയമായി പ്ലാറ്റിനം മാറുന്നത് പോലെ അവൻ മാറും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വാല്യൂസ് നിറച്ചു, ഗുണങ്ങൾ നിറച്ചു, നന്മകൾ നിറച്ചു. വാല്യൂസിന് ചെറിയ പ്രാധാന്യമല്ല മതത്തിലുള്ളത്. കാരണം വാല്യൂസാണ് മതം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരം എന്ന കർമ്മത്തിനാണ്. ആരാധനാ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിം അല്ല, അത്രയും പ്രാധാന്യമുണ്ട്. എന്നാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആനിലില്ല. 6000-ലേറെ വചനങ്ങളില്ലേ ഖുർആനിൽ. എന്നിട്ട് ഒരൊറ്റ വചനം കൊണ്ടുപോലും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് തന്നിട്ടില്ല. നിസ്കരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. റുക്കൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ആണല്ലോ, ഹദീസിലാണ് അതിൻ്റെ വിശദീകരണം മുഴുവനുള്ളത്. നിസ്കാരത്തിൻ്റെ ഉള്ളടക്കം മുഴുവനുമുള്ളത് നബിവചനങ്ങളിലാണ്. ആലോചിക്കണം കേട്ടോ. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ ഒരൊറ്റ വചനമില്ലാത്ത ഖുർആനിൽ കണ്ണ് കാണാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് 13 വചനങ്ങളുണ്ട്. കണ്ണ് കാണാത്ത ഒരാൾ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്നപ്പോഴേ പ്രവാചക തിരുമേനിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ, അല്ലാതെ ഒന്നും പറഞ്ഞതിൻ്റെ പേരിൽ പോലും അല്ല. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അപ്പം അങ്ങോട്ട് ആരും വരരുത് എന്നാണ് റസൂൽ ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നബി തിരുമേനി വാലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നത് നബിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ, വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ അവിടെ ആകെ സംഭവിച്ചത് എന്താണ്? നബി തിരുമേനിയുടെ നെറ്റി ഒന്ന് ചുളിയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യനത് സങ്കടമാവുമായിരുന്നു. പക്ഷെ നെറ്റി ചുളിഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അത് കാണാൻ അദ്ദേഹത്തിന് കണ്ണില്ലല്ലോ, അന്ധനായ മനുഷ്യനായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആരും അറിഞ്ഞിട്ടില്ല, എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ 1-2 ആളുകളുണ്ട്, ആ ചർച്ചയ്ക്ക് വന്ന ആളുകൾ, അവർ കണ്ടിട്ടുണ്ടെങ്കിലായി. ഒരു റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമല്ലേ അത്. പക്ഷെ നമ്മളിപ്പോഴത് പറയണത് എന്തുകൊണ്ടാ? ആ സംഭവത്തെ അനശ്വരമാക്കി. അതാണ് നബി തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു സംഭവത്തെ ഇങ്ങനെ നിലനിർത്താനുള്ള കാരണം എന്താണ്? മനുഷ്യൻ. അതാണ് കാരണം. അന്ധനായി എന്നുള്ളത് കൊണ്ടോ, അഗതിയായി എന്നുള്ളത് കൊണ്ടോ, അശരണനായി എന്നുള്ളത് കൊണ്ടോ, അടിമയായി എന്നുള്ളത് കൊണ്ടോ മനുഷ്യനാകണം. പാവപ്പെട്ട മനുഷ്യൻ വന്നപ്പോൾ നബിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആകാശത്ത് നിന്ന് ഇടപെട്ടു. 2019 നവംബർ മാസം ഈ തീയതിയിൽ നമ്മളത് അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാരണമുള്ളൂ, മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല. മനുഷ്യന്റെ വില എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകാൻ പാടില്ല. മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കാരണത്താൽ അവനെ താഴ്ത്തി കിട്ടാൻ പാടില്ല. അതാണ്
മനുഷ്യനോട് ഐ ലവ് യു എന്ന് മാത്രമല്ല പറയേണ്ടത്, ഐ വാല്യൂ യു എന്ന് പറയണം മനുഷ്യനോട്. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല, എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. അതാണ്. നിങ്ങളെ ഞാൻ സങ്കടപ്പെടാൻ വിടൂല, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിലെങ്കിലും നമ്മൾ അങ്ങനെ പൂക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ബൈബിളിൽ 100 ആടുകളിൽ നിന്ന് ഒരാടിനെയാണ് കാണാതായത്. 99 ആടിനെയും ഉപേക്ഷിച്ച് ആ മഹാനായ ഇടയൻ ഒരാടിന്റെ പിന്നാലെയാണ് പോകുന്നത്. 99 ആടിനെയും ഉപേക്ഷിച്ചു, ഒരാടിനെ തെരഞ്ഞുപോയി. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ 99 ആടുകൾക്കും പരസ്പരം സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരാടുണ്ടല്ലോ, അവൻ ആരുമില്ല, അതുകൊണ്ട് അവൻ്റെ കൂടെയാണ്. ഇതാണ് ഐ വാല്യൂ യു. മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വിലയാണത്. ഇവിടെ നേരത്തെ പ്രകാശനം ചെയ്യപ്പെട്ടല്ലോ ഒരുമ. ഈ തിരക്കിനിടയിൽ, ഈ ഓട്ടത്തിനിടയിൽ പ്രവാസി എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും ഒരു മെഴുകുതിരി പോലെ തന്നെയാണല്ലേ. വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ കാറ്റിൽ അതാണ് കെട്ടുപോവുകയും ചെയ്യും. നാട്ടുകാർക്ക് നിങ്ങൾ പൈസ പിരിക്കാനുള്ളൊരു യന്ത്രമാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും മെഴുകുതിരികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത്. പെങ്ങന്മാർ, അനിയന്മാർ, കുടുംബക്കാർ. നാട്ടിൽ നിങ്ങളെക്കാൾ ശമ്പളം വാങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ജ്യേഷ്ഠനോ അനിയനോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂലേ? ശ്രദ്ധിച്ചില്ലേ നിങ്ങളത്? ചിലപ്പോൾ ചേട്ടനോ അനിയനൊക്കെ ഈ ഗൾഫിലുള്ള ആളെക്കാളും വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും, എന്നാലും ഗൾഫുകാരനാണ്. പത്തേമാരിയിൽ മമ്മൂട്ടി പറയുന്ന പോലെ കുറേ എടുത്തു വെച്ചിട്ട് നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുക. സത്യത്തിൽ കിട്ടിയത് ഒന്നും മതിയായിട്ടില്ല, പിന്നെ കടം വാങ്ങുകയാണ് ചെയ്തത്. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് തീർന്നു പോവുകയും ചെയ്യൂല്ലേ. എത്രയോ പാവം മനുഷ്യരില്ലേ അങ്ങനെ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലെങ്കിലും. അപ്പം അങ്ങനെ ഈ ജീവിതത്തിൻ്റെ കളം വിട്ടു പോകുന്നൊരു പാവം മനുഷ്യന് നിങ്ങളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന 3-4 ലക്ഷം രൂപയുണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ പറയണത് ശരിക്കും എന്താണെന്നറിയോ? ഐ വാല്യൂ യു എന്നാണ്. വി വാല്യൂ യു. കാഞ്ഞങ്ങാടുള്ളൊരു സാധു ജന സഹായ നിധിയുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു കുവൈത്തിലുള്ള ആളുകളാണ്, മുഴുവൻ ആളുകളാണ്. 50 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി രൂപയുടെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധിയായ സംഘടനകൾ മനുഷ്യ സ്നേഹപരമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു മഹത്തായ കാഴ്ചയാണ്. മനുഷ്യരിങ്ങനെ കോർത്തിണങ്ങുകയാണ് മറ്റൊരു മനുഷ്യന്റെ കരുണയാലും സ്നേഹത്താലും സഹായ മനസ്സാലും ഒക്കെ. ഈ ഐ വാല്യൂ യു എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു വില. ആ വില ഒന്നുകൂടെ ഇങ്ങനെ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാലമാണ്. MP വീരേന്ദ്രകുമാർ ഒരു അനുഭവം പറഞ്ഞിരുന്നു ഈ അടുത്ത്, കുറച്ചു മുമ്പാണ്. ശ്രീ MP വീരേന്ദ്രകുമാർ, അദ്ദേഹം ഡൽഹിയിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം താമസിക്കുന്നത് കേരള ഹൗസിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഒരു ടാക്സി കാർ എടുത്തിട്ട് സമ്മേളന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡ്രൈവറോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഡ്രൈവർ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ല നിങ്ങളുടെ പേരെന്താണ്? ഡ്രൈവർ പേര് പറയണില്ല. പിന്നെയും ചോദിച്ചു ഇദ്ദേഹം പേരെന്താണ്? മിണ്ടുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് മറുപടി ഇല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ പേര് പറയാനുള്ള കാരണം? പേര് പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? പേടിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, പേടിയാണ്. നിങ്ങൾ എന്നോട് എൻ്റെ പേര് ചോദിക്കുമ്പോഴേ ഞാൻ പറയുന്ന പേര് മുസ്ലിമിന്റെ പേരാണെങ്കിൽ, നിങ്ങൾ അഥവാ ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്കതിൽ പ്രയാസമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല, ഞാൻ പറയുന്ന പേര് ഹിന്ദുവിന്റെ പേരാണെങ്കിൽ, നിങ്ങൾ എങ്ങാനും ഒരു മുസ്ലിം ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ ദൂരം എന്താണെന്ന് അറിയാമല്ലോ? രാജ്യത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകാനുള്ള ദൂരമല്ല, അത് നിമിഷങ്ങൾ കൊണ്ട് കീഴടക്കാവുന്ന അത്രയും വലിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ദൂരം എന്താണെന്ന് അറിയാം നിങ്ങൾ? മനസ്സുകൾക്കിടയിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൂരമാണ്. പള്ളിയുടെയും അമ്പലത്തിന്റെയും ബൂത്തിന്റെയും പശുവിന്റെയും പേരിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദൂരങ്ങളാണ്.
മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന അകലങ്ങളാണ്. മനുഷ്യനിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ